കൊല്ലത്ത് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി. പരവൂരിൽ കഴിഞ്ഞ 14-ാം തീയതി വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. നെടുങ്ങോലം പുന്നമുക്ക് സ്വദേശി ജെയിംസിനെയാണ് 5-അംഗ സംഘം ആക്രമിച്ചത്. പരവൂർ നെടുങ്ങോലം പുനമുക്കിൽ ചരുവിള വീട്ടിൽ ഷിജു, പുന്നമുക്കിൽ വിപിൻ വിലാസത്തിൽ 33 വയസ്സുള്ള സരുൺ എന്ന് വിളിക്കുന്ന വിപിൻ, ഒഴുകുപാറ ചരുവിള വീട്ടിൽ രാജീവ്, ഒഴുകുപാറ അനുഗ്രഹയിൽ അനൂപ്, പുന്നമുക്ക് കുന്നുംപുറത്ത് വീട്ടിൽ ബിനു എന്നിവരെയാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരവൂരിൽ കഴിഞ്ഞ 14-ാം തീയതി രാവിലെ 4 മണിയോടെയായിരുന്നു സംഭവം. നെടുങ്ങോലം പുന്നമുക്ക് സ്വദേശി 46 വയസ്സുള്ള ജെയിംസിനെയാണ് 5-അംഗ സംഘം ആക്രമിച്ചത്. ആക്രമണത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെയിംസ് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവം നടന്നതിന് തലേദിവസം അക്രമി സംഘത്തിലെ ചിലരുമായി ജെയിംസിന്റെ കുടുംബാംഗങ്ങളും 1-ാം പ്രതിയുമായ ഷാജുവുമായി വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. വിവരമറിഞ്ഞ പരവൂർ പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് സന്ധി സംഭാഷണം നടത്തി. ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് എഴുതി വെപ്പിച്ച് പറഞ്ഞയക്കുകയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം സുഹൃത്തിനൊപ്പം നെടുങ്ങോലം രാമറാവു ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഓട്ടോ തടഞ്ഞു നിർത്തി ജെയിംസിനെ വലിച്ചു താഴെയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ജെയിംസിനൊപ്പം ഉണ്ടായിരുന്നയാളെ അക്രമികൾ വിരട്ടി ഓടിച്ചു. സംഭവസ്ഥലത്തു നിന്നും ജെയിംസിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി 1-ാം പ്രതിയുടെ വീട്ടുമുറ്റത്ത് കൊണ്ടിട്ട് വയറ്റിലും നെഞ്ചിലും ചവിട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ട അയൽവാസിയായ സ്ത്രീ പരവൂർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് അബോധാവസ്ഥയിൽ കിടന്ന ജെയിംസിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പോലീസ് സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജെയിംസിന്റെ മാതാവ്, ആഭ്യന്തരമന്ത്രി, ചീഫ് സെക്രട്ടറി, ദക്ഷിണമേഖല IG, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.